Hello guys, welcome back to my channel holidaycrewstudios Studios എന്ന ചാനലിലേക്ക് വീണ്ടും വീഡിയോ സ്വാഗതം. സോ ഗൈസ്, ഇന്ന് നമ്മൾ പുതിയൊരു വീഡിയോ ആയിട്ട് എത്തിയിരിക്കുന്നത്, അതായത് നമ്മളൊരു അൺബോക്സ് വീഡിയോ ആയിട്ടാണ് എത്തിയിരിക്കുന്നത്. എന്നെ സംബന്ധിച്ച് നമ്മളൊരു ഗെയിമിംഗ് കീബോർഡ് മേടിച്ചാക്കുകയാണ്. ഗെയിമിംഗ് കീബോർഡ് മാത്രമല്ല, എഡിറ്റേഴ്സ് പിന്നെ പ്രോഗ്രാമേഴ്സ് അങ്ങനത്തെ ആൾക്കാരൊക്കെ ഉപയോഗിക്കുന്ന ടൈപ്പ് കീബോർഡും കൂടിയാണ്. അപ്പോൾ നമ്മൾ ഇന്ന് മേടിച്ചാക്കുന്ന കീബോർഡിൻ്റെ പേര് Reddragon 512 Shiva എന്ന് പറഞ്ഞൊരു കീബോർഡാണ്. നിങ്ങൾക്ക് Reddragon എന്ന് പറഞ്ഞ കീബോർഡ് വളരെ ഫേമസ് ആണ്, നല്ല ഗെയിമേഴ്സ് ഒക്കെ ഉപയോഗിക്കുന്ന ഒരു ടൈപ്പ് കീബോർഡാണ്. അപ്പോൾ ആ കീബോർഡിൻ്റെ അൺബോക്സിങ് പിന്നെ കുറച്ച് അതിൻ്റെ ലൈറ്റും കാര്യങ്ങളും റിവ്യൂസൊക്കെയാണ് നമ്മൾ മേടിക്കാൻ പോകുന്നത്. ഇതൊരു ബാക്ക്ലിറ്റ് കീബോർഡാണ്, മാത്രമല്ല നല്ല അത്യാവശ്യം നല്ലൊരു മിഡ് റേഞ്ച് കീബോർഡാണ്. പിന്നെ നമുക്ക് മീഡിയ ക്രിയേറ്റേഴ്സിന് ഉപയോഗിക്കാം, കണ്ടന്റ് ക്രിയേറ്റേഴ്സിന്, പിന്നെ ഗെയിമേഴ്സിന് അടിപൊളിയായിട്ട് യൂസ് ചെയ്യാം. പിന്നെ ഇതൊരു മെംബ്രെയിൻ കീബോർഡാണ്, മെക്കാനിക്കൽ കീബോർഡ് അല്ല. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളും കാര്യങ്ങളാണ് ഇന്ന് നമ്മുടെ ഈ വീഡിയോയിൽ നോക്കാൻ പോകുന്നത്. സോ അതിന് മുമ്പ് നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, മാക്സിമം വീഡിയോയിലേക്ക് നമ്മുടെ വീഡിയോ എത്തിക്കുക. അപ്പോൾ നമുക്കൊന്നും നോക്കണ്ട, നേരെ വീഡിയോയിലേക്ക് കിടക്കാം. സോ ഗൈസ്, അപ്പോൾ ഇതാണ് നമ്മുടെ Reddragonന്റെ Shiva 512 RGB കീബോർഡ്. ഗെയിമിംഗ് കീബോർഡാണ്. അപ്പോൾ ഞാൻ ഗെയിം പർപ്പസിന് മേടിച്ചല്ല, നോർമൽ നമ്മുടെ സ്റ്റുഡിയോയിൽ വെക്കാനൊരു പർപ്പസിന് മേടിച്ചാണ്. അപ്പോൾ നിങ്ങൾക്കിവിടെ കാണാൻ പറ്റും, അതിൻ്റെ ഒരു ലോഗോ കാണാൻ പറ്റും, ഡ്രാഗന്റെ ലോഗോ. ഈയിടെയായിട്ട് നമ്മൾ ഡ്രാഗന്റെ ലോഗോയുടെ സാധനമാണ് മേടിക്കുന്നത്. പിന്നെ ഇപ്പോഴത്തെ നമുക്ക് അടിയിൽ Shiva ഗെയിമിംഗ് കീബോർഡ് എന്ന് കാണാൻ പറ്റും. മേളിലായിട്ട് ഹൈ സ്പീഡ്, ഹൈ കൺട്രോൾ, പിന്നെ ഹൈ റെസ്പോൺസ് എന്നൊക്കെ പറഞ്ഞ് കാണാം. പിന്നെ കീബോർഡിൻ്റെ ഒരു ഓവർവ്യൂ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ സൈഡ് നോക്കുകയാണെങ്കിൽ സൈഡിൽ ഇവിടെ വെയിറ്റും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇതുപോലെ എല്ലാ സൈഡും ഇതുപോലെയാണ്. പിന്നെ ഇവിടെ നമുക്ക് Reddragon തന്നെ ഒരു സീല് കാണാൻ പറ്റുന്നുണ്ട്, വെബ്സൈറ്റ് ഒക്കെ ചെയ്തിട്ടുള്ള. ഇനി നമുക്ക് ബാക്ക് സൈഡിൽ ഒത്തിരി ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഇവിടെ ആമസോണിൻ്റെ ബില്ലും കാര്യങ്ങളുണ്ട്. ഇത് വന്നപ്പോൾ നമുക്ക് ഇങ്ങനെ തന്നെ വന്നത്, നമുക്ക് യാതൊരു കവറിലൊന്നും വന്നില്ല. ഇങ്ങനെ ഒരു ബോക്സ്, ഈ കീബോർഡിൻ്റെ ബോക്സ് ആയിട്ട് തന്നെ വന്നത്. ഇവിടെ Reddragon'ൊക്കെ ചെയ്തിട്ടുണ്ട്. പിന്നെ ഇവിടെ ബില്ല് വെച്ചാക്കേണ്ട കുറച്ച് കാര്യങ്ങൾ കവറായിട്ടുണ്ട്. പിന്നെ നമുക്കിവിടെ അവിടെ തന്നെ പിന്നെ Shiva എന്നൊക്കെ വന്നിട്ട് എഴുതിയിട്ടുണ്ട്. ഭയങ്കര ഫേമസ് ഒരു കീബോർഡാണിത്. ഇതിൻ്റെ ഫീച്ചേഴ്സ് ഇവിടെ എഴുതിയാൽ നമുക്ക് കാണാൻ പറ്റും. RGB ഗെയിമിംഗ് കീബോർഡ്, 6 ഓൺ മോഡ് മാക്രോ കീസ് വിത്ത് റെസ്റ്റ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇതിൻ്റെ ഫീച്ചേഴ്സ് പറയുകയാണെങ്കിൽ 26 ആൻറ്റി ഗോസ്റ്റ് കീസും, 6 ഓൺ ബോർഡ് മാക്രോ ബട്ടൺസ്, 8 മൾട്ടിമീഡിയ കീസും, ട്രൂ RGB ബാക്ക് ലൈറ്റിംഗ്, ക്വൈറ്റ് ആൻഡ് മീഡിയ പ്രൊഫൈൽ കൺട്രോൾ, കംഫർട്ട് റെസ്റ്റ്, സോഫ്റ്റ്വെയർ അവൈലബിൾ ഫോർ പ്രൊഫഷണൽ ഗെയിമർ. അപ്പോൾ സോഫ്റ്റ്വെയർ ഒക്കെ വെച്ച് നമുക്ക് ഇതിൻ്റെ ലൈറ്റും കാര്യങ്ങളൊക്കെ നമ്മൾ കസ്റ്റമൈസ് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു കീബോർഡാണ്, നല്ലൊരു കീബോർഡാണ്. പിന്നെ ഇതിൻ്റെ വാറന്റിയും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു. വാറന്റിയും കാര്യങ്ങളുണ്ട്. അപ്പോൾ ഇതിൻ്റെ പ്രൈസ് എനിക്ക് കിട്ടിയത്, ഇവിടെ കൊടുത്തേക്കുന്ന പ്രൈസ് 2590 എനിക്ക് കിട്ടിയത് 2000 രൂപയ്ക്കാണ്. നമ്മളിത് ആമസോണിൽ നിന്നാണ് മേടിച്ചത്. അപ്പോൾ ഇതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ കൊടുത്തേക്കാം. നിങ്ങൾ ഈ കീബോർഡിൻ്റെ റിവ്യൂ കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾക്ക് മേടിക്കാൻ വേണ്ടി. പിന്നെ സിസ്റ്റം സപ്പോർട്ട് ചെയ്യുന്നത് Windows 7, Windows 10, Windows XP, ഐഫോൺ ആണ്. സോ നമുക്കൊന്നും നോക്കണം, നേരെ നമുക്ക് അൺബോക്സ് ചെയ്യാം. അപ്പോൾ നമ്മളൊരു ബ്ലേഡ് എടുത്തിട്ടുണ്ട് അൺബോക്സ് ചെയ്യാനായിട്ട്. ബ്ലേഡ് വെച്ച് നമ്മൾ അൺബോക്സ് ചെയ്യാൻ പോണെയാണ്. യെസ്, ഓപ്പൺ ചെയ്തപ്പോൾ നമുക്കിങ്ങനെ ഒരു കവറിങ് കാണാൻ പറ്റും. നമ്മൾ ഈ ബ്ലേഡ് നീക്കി വെക്കുകയാണ്. കവറിങ് കാണാം. നമ്മളിപ്പോൾ കവറിങ് പയ്യൊന്ന് പുറത്തേക്ക് നമുക്ക് ഈ കീബോർഡിൻ്റെ ഇതാണ്, സ്പോഞ്ചൊക്കെ വെച്ചിട്ടുണ്ട്. നമുക്ക് ഈ കീബോർഡിന്ന് ബാക്കിലേക്ക് വെക്കാം. ആദ്യം തന്നെ നമ്മുടെ അകത്ത് എന്തൊക്കെയുണ്ടെന്ന് നോക്കാം. അകത്ത് അടിപൊളി ഒരു മാനുവൽ ഉണ്ട്, നല്ല കിഡൽ ലുക്കായിട്ടുള്ള മാനുവൽ ഉണ്ട്. വേറെ ഒന്നുമില്ല, മാനുവലാണ്. വയേർഡ് ഗെയിമിംഗ് കീബോർഡ്. പിന്നെ ഒരു Reddragon സ്റ്റിക്കർ ഉണ്ട്. വാവ്, പൊളിച്ച് നമുക്ക് നമ്മുടെ സ്റ്റുഡിയോയിൽ ഒട്ടിക്കാനായിട്ട് യൂസ് ചെയ്യാം. Reddragonന്റെ സ്റ്റിക്കർ ഉണ്ട്. പിന്നെ നമുക്ക് അതിൻ്റെ റിസ്റ്റ് ആണ് വരുന്നത്, നമുക്ക് കൈ വെക്കാനുള്ളത്. അപ്പോൾ നമുക്ക് നമ്മുടെ റിസ്റ്റ് ഒന്ന് എടുക്കാം. ഗൈസ്, Reddragon എന്നൊക്കെ പറഞ്ഞ എഴുതിയാക്കണ റിസ്റ്റ് ആണ്. ഇവിടെ മാഗ്നറ്റിക് ആണ്, നമുക്ക് നല്ല ഒരു റിസ്റ്റ് ഉണ്ട്. അപ്പോൾ കൈയൊക്കെ വെച്ച് നമുക്ക് ഇങ്ങനെ ടൈപ്പ് ചെയ്യാനും കാര്യങ്ങൾക്കൊക്കെ യൂസ് ചെയ്യാം. അപ്പോൾ നമുക്കിതൊന്ന് മാറ്റി വെക്കാം. എന്നിട്ട് നമ്മുടെ കീബോർഡ് എടുക്കാം. അപ്പോൾ നമ്മൾ റിസ്റ്റ് സൈഡിലേക്ക് ഒന്ന് വെക്കുകയാണ്. എന്നിട്ട് നമ്മൾ ഈ ബോക്സ് ഒന്ന് മാറ്റി വെക്കുകയാണ്. നമ്മളിപ്പോൾ ഇതൊക്കെ ഒന്ന് മാറ്റി വെക്കുകയാണ്, ബോക്സും കാര്യങ്ങളും കവറൊക്കെ. എന്നിട്ട് നമ്മുടെ കീബോർഡ് എടുക്കുകയാണ്. അപ്പോൾ ഇങ്ങനെ ഒരു ഇതിലാണ് കീബോർഡ് വന്നത്. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഇതിൻ്റെ സൈഡിലെ ഈ സ്പോഞ്ച് നമുക്കൊന്ന് ഊരി കൊടുക്കാം. 2 സ്പോഞ്ച് ഉണ്ടായി. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് ഊരി മാറ്റി വെക്കുകയാണ് സൈഡിലേക്ക്. ഇത് നമുക്ക് ഇങ്ങനെ ഒരു കവറിങ്ങിലാണ് കീബോർഡ് വരുന്നത്. ജസ്റ്റ് ഒന്ന് പുറത്തേക്ക് എടുക്കാം. വാവ് ഗൈസ്, ലെവൽ കീബോർഡാണ് ഗൈസ്. വാവ്, ഇത് ഹൈറ്റ് കൂടിയ കീസ്, നോർമൽ ഗെയിമിംഗ് കീബോർഡ് തന്നെ നല്ല ഹൈറ്റ് കൂടിയ കീസാണ്. RGB കീസാണ്. നമുക്കിതിൻ്റെ ഫുൾ അട്രാക്ഷൻ കിട്ടണമെങ്കിൽ ഇങ്ങനെ നോക്കി ചിലപ്പോൾ നിങ്ങൾക്ക് കിട്ടില്ല.
കിട്ടണമെങ്കിൽ നമ്മൾ ആ ലൈറ്റൊക്കെ പ്ലഗ് ചെയ്തതിന് നോക്കിയാലേ കിട്ടുള്ളൂ. അപ്പോൾ ഇതിൻ്റെ വേറെ കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ ഇവിടെ നമുക്ക് മറ്റേ റിസ്റ്റ് കണക്ട് ചെയ്യാനുള്ള ഒരു മാഗ്നറ്റിക് ഇതിൻ്റെ ഇവിടെ അഡ്ജസ്റ്റ് കൊടുത്തിട്ടുണ്ട്. പിന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിവിടെ എക്സ്ട്രാ ബട്ടൺസ് ഒക്കെ അടിപൊളിയാണ് ഗൈസ്. നിങ്ങൾ നോക്കൂ, നമുക്ക് ഞാൻ ജസ്റ്റ് ഷോർട്ട് കാണിച്ചു തരാം. ഒരു മെക്കാനിക്കൽ കീബോർഡിൻ്റെ ഒരു ഫീലൊക്കെ കിട്ടുന്നത് ഇതൊരു മെംബ്രെയിൻ കീബോർഡാണ്, പക്ഷെ ആ ഒരു ഫീല് കിട്ടുന്നുണ്ട് ഗൈസ്. നോക്കട്ടെ ഗൈസ്, നമുക്ക് ജസ്റ്റ് ഒന്ന് ടൈപ്പ് കാണിച്ചു തരാം. ഒന്ന് സൂം ചെയ്ത് കാണിച്ചു തരുന്നത് ഞാൻ സൗണ്ട്. ആ ഒരു ഫീല് കിട്ടുന്നുണ്ട് മൊത്തത്തിൽ. അപ്പോൾ നമുക്കിനി ഇതിൻ്റെ USB കണക്ടിവിറ്റി നോക്കിക്കഴിഞ്ഞാൽ അടിപൊളി ഒരു നീളമുള്ള ലോങ് സ്റ്റിക്കാണ് കൊടുത്താൽ USB. പിന്നെ നമുക്ക് ഇതിൻ്റെ ഒരു കേബിളും നല്ല ക്വാളിറ്റി ഉള്ള കേബിളാണ്, പെട്ടെന്ന് നമുക്ക് പോവാത്ത കേബിളാണ്. 2000 റുപ്പീസിൻ്റെ കീബോർഡൊക്കെ ആകുമ്പോൾ നല്ല കേബിളായിരിക്കും നമുക്ക് കിട്ടുക. നല്ല ലോങ് ആണ് കേബിൾ, അത്യാവശ്യം ലോങ് ഉള്ള കേബിളാണ്. നമുക്ക് നമ്മുടെ ലാപ്പിലേക്ക് കണക്ട് ചെയ്യാനാണ് ഇത് മേടിച്ചത് നമ്മൾ. അപ്പോൾ കുഴപ്പമില്ല, അധികം അത്ര ലോങ് വേണ്ട. അപ്പോൾ ഗൈസ് നിങ്ങൾക്ക് ഇവിടെ നമ്മുടെ USB കാണാൻ പറ്റും, കീബോർഡ് കണക്ട് ചെയ്യണേ. നമുക്ക് ഇതൊക്കെ ഒന്ന് ലൈറ്റ് ചെയ്ത് നോക്കാം ഗൈസ്, നമുക്ക് വേറെ നോക്കാനില്ല. പിന്നെ ഇവിടെ കുറച്ച് റെക്കോർഡ് എക്സ്ട്രാ മാക്രോ കീസാണ് നിങ്ങൾ കാണുന്നത്. G1 G2 അങ്ങനെയൊക്കെ പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. നമുക്ക് ആവശ്യത്തിന് അസൈൻ ചെയ്യാനൊക്കെ പറ്റുന്നതാണ് ഇതിൻ്റെ ആപ്പിൽ തന്നെ. പിന്നെ ഒരു റെക്കോർഡ് ബട്ടൺ കൊടുത്തിട്ടുണ്ട്, ഇതിന് വേണ്ടിയുള്ള റെക്കോർഡ് ബട്ടൺ. പിന്നെ വോളിയം അങ്ങനെയുള്ള ബട്ടൺസ് ഉണ്ട്. പിന്നെ മീഡിയ കൺട്രോൾ ബട്ടൺസ് എക്സ്ട്രാ ആയിട്ട് അവർ കൊടുത്തിട്ടുണ്ട്, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ. കണ്ടോ? പിന്നെ നമുക്ക് നോർമൽ കീബോർഡുള്ള ഒരു ഫുൾ സൈസ് കീബോർഡാണിത്. നമ്മുടെ എല്ലാ ഓപ്ഷൻസ് വരുന്നുണ്ട്, വേറെ ഒന്നും ഇതിനകത്ത് കട്ടായിട്ടില്ല. എക്സ്ട്രാ കീസ് ഇത് മാത്രം വരുന്നുണ്ടെന്നുള്ളൂ. ഇവിടെ ഒരു റെഡ്ഡ്രാഗന്റെ ലോഗോ കൊടുത്തിട്ടുണ്ട് ബ്ലാക്ക് ഇതായിട്ട്. മൊത്തത്തിൽ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. പിന്നെ ഇവിടെ ഒരു വൈറ്റ് ലൈനിങ് കാണാം, അത് ആ ഒരു ലൈറ്റിൻ്റെ ആണെന്ന് തോന്നുന്നു, അല്ലെങ്കിൽ അവിടെ ഒരു പുറത്തൊരു ഷാഫ്റ്റ് പോലെ അവർ വെച്ചിട്ടുണ്ട്. ആ ലൈറ്റ് ഇത്ര ഭംഗിയിൽ വരാനാണെന്ന് തോന്നുന്നു. നമുക്ക് ജസ്റ്റ് ഓണാക്കി നോക്കാം അതിൻ്റെ വർക്കിംഗ് കാര്യങ്ങളൊക്കെ. എന്തായാലും നല്ലൊരു മെക്കാനിക്കൽ കീബോർഡിൻ്റെ ഫീൽ കിട്ടുന്നുണ്ട് ഇതൊരു മെംബ്രെയിൻ കീബോർഡാണെങ്കിൽ. സോ നമുക്കൊന്ന് നോക്കണ്ട, ജസ്റ്റ് കണക്ട് ചെയ്യാം. നമ്മൾ സമയം കളയണമെങ്കിൽ നമുക്കിത് കണക്ട് ചെയ്തിട്ട് ഇതിൻ്റെ ബാക്കി വിശേഷങ്ങളും കാര്യങ്ങൾ നോക്കാം. അതിന് മുമ്പേ ഇവിടെ നമ്പറിൻ്റെ ഇതുണ്ട്, ആൽഫബറ്റിൻ്റെ ഉണ്ട്, പിന്നെ ലോക്കിൻ്റെ ഇത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ വേറെ ഒന്നും പറയാനില്ല. ബാക്ക് സൈഡ് നമുക്ക് വേണമെങ്കിൽ ജസ്റ്റ് ഒന്ന് നോക്കാം. ബാക്ക് സൈഡിൽ വേറൊന്നുമില്ല, റെഡ്ഡ്രാഗനെ ഞങ്ങൾ സെയിൽ ചെയ്തോളൂ. പിന്നെ ഒരു നമുക്ക് ചാരിയൊക്കെ വെക്കാനുള്ള ഒരു സോക്കറ്റ് ഉണ്ട്. സോ ഇത്രേ ഉള്ളൂ നമ്മുടെ കീബോർഡിൻ്റെ ഇത്. നമുക്കിനി ജസ്റ്റ് ഒന്ന് ഓണാക്കി നോക്കാം. നമ്മൾ ഭയങ്കര എക്സൈറ്റഡ് ആണ്. അടിപൊളി ഒരു കീബോർഡാണ് നമുക്ക് കിട്ടിയേക്കണേ. നമ്മൾ ഇച്ചിരി ബ്രൈറ്റ്നസ് കൂട്ടിയെന്നുള്ളൂ, അപ്പോൾ അത് ഇച്ചിരി ഓവർവേ കിട്ടാൻ വേണ്ടി. അപ്പോൾ നമ്മൾ എന്തായാലും കണക്ട് ചെയ്യാൻ പോകുന്നതാണ് ഗൈസ്. നമ്മൾ നൈറ്റിൽ വീഡിയോ എടുക്കുന്നതുകൊണ്ട് എന്തെങ്കിലും ലൈറ്റിന് പ്രശ്നമുണ്ട്. നമ്മൾ സാധാരണ വെള്ളം എടുക്കുന്നതൊന്നും നല്ല രീതിയിൽ കിട്ടാറുണ്ട്. നമ്മൾ അൺബോക്സ് എന്തായാലും നോക്കണമല്ലോ, അതുകൊണ്ട് നമ്മൾ നൈറ്റിൽ തന്നെ വന്നോടെ നമ്മൾ സാധനങ്ങളൊക്കെ പൊട്ടിക്കാറുണ്ട്, അങ്ങനെ വെയിറ്റ് ചെയ്യാറില്ല. സോ നമുക്ക് ജസ്റ്റ് ഇതൊന്ന് കണക്ട് ചെയ്യാം, നമ്മുടെ ലാപ്പിലേക്ക് ജസ്റ്റ് ഒന്ന് കണക്ട് ചെയ്യാം. നമ്മൾ ഓൾറെഡി ഉള്ള കീബോർഡ് ഒന്ന് ഊരിയിട്ട് ഗൈസ് നമ്മുടെ ഇതിൻ്റെ ആപ്പും കാര്യങ്ങളൊക്കെ ചിലപ്പോൾ നിങ്ങളെ പറ്റുവാണെങ്കിൽ ഞാൻ കാണിച്ചു തരാം. വേറെ 2-3 അൺബോക്സ് വന്നിട്ടുണ്ട്, അതുകൊണ്ടാണ്. ഗൈസ് ഒരു രക്ഷയില്ല ഗൈസ്, ആ കളർ നിങ്ങൾ നോക്കിയേ, ലേബല് കളറാണ് ഗൈസ്, നോക്ക്. വാവ്, നിങ്ങളെന്താ ഫുൾ അടുത്തേക്ക് വന്ന് കാണിച്ചു തരാം. ഇത് ആണ് ബേസിക് ഇതിൻ്റെ ഓൺ ചെയ്യുമ്പോൾ ഉള്ള മാനുവൽ കളർ എന്ന് പറയുന്നത് ഇതാണ്. നമുക്ക് കസ്റ്റമൈസ് ചെയ്ത് ഇപ്പോൾ ടച്ച് ചെയ്യുമ്പോൾ ഇങ്ങനെ മിന്നൽ ടൈപ്പൊക്കെ ഇല്ലേ, അങ്ങനത്തെ ഇഷ്ടമുള്ള ടൈപ്പിൽ കസ്റ്റമൈസ് ചെയ്തൊക്കെ നമുക്ക് ചെയ്യാം, നോർമൽ ഗെയിമിംഗ് കീബോർഡ് ചെയ്യണ പോലെ തന്നെ. എന്തായാലും ഇത് വേറെ ലെവൽ കീബോർഡാണ് ഗൈസ്. റെഡ്ഡ്രാഗൻ്റെ ശിവ എന്ന് പറഞ്ഞൊരു മോഡലാണ്. നമുക്ക് റെഡ്ഡ്രാഗൻ്റെ ഒത്തിരി കീബോർഡ്സ് അവൈലബിൾ ആണ്. ഈവൻ 10,000 റുപ്പീസിൻ്റെ കീബോർഡ് അവൈലബിൾ ആണ്. ഇതൊരു മീഡിയം സൈസ് കീബോർഡാണ്, ഒരു സ്റ്റാർട്ട് ടൈപ്പ് കീബോർഡാണ്. പക്ഷെ എന്തായാലും നിങ്ങൾ കൊടുത്ത വിലക്കുള്ള കീബോർഡ് ഉണ്ട്. നല്ല RGB ലൈറ്റിംഗ് ഔട്ട്പുട്ട് കിട്ടുന്നുണ്ട്, അല്ലാതെ ജസ്റ്റ് വെറുതെ നിൽക്കാണ്ട് നല്ല കിഡിലൻ ഒരു പെർഫോമൻസ് നമുക്ക് തരുന്നുണ്ട്. കാരണം നല്ല ഭംഗിയുണ്ട്. സാധാരണ ചില കീബോർഡൊക്കെ മേടിച്ച് കഴിഞ്ഞിട്ടുണ്ടല്ലോ, ഈ സാധാരണ LED മാത്രം വെച്ച പോലെ ഇരിക്കും. ഇത് അങ്ങനെയല്ല, നല്ലൊരു ഭംഗി കിട്ടുന്നുണ്ട്. ആ ഷെയ്ഡിങ് മാത്രമേ നമുക്ക് വരുന്നുള്ളൂ. ലൈറ്റ് എടുത്ത് ഞാൻ നിങ്ങളിന്ന് കാണിച്ചു തരാം. ഇപ്പോൾ ലൈറ്റ് ഒന്ന് ഓഫ് ആക്കട്ടെ ഗൈസ്. നിങ്ങൾക്കിപ്പോൾ മനസ്സിലായി കാണാം ലൈറ്റ് കൊടുത്തപ്പോൾ അതിൻ്റെ ഒരു ഭംഗി. ലൈറ്റ് കൊടുത്തപ്പോഴാണ് ശരിക്കുള്ള ഭംഗി. അപ്പോൾ ഞാനിത് മേടിച്ചിട്ട് ഉദ്ദേശിച്ചത് രാത്രിയൊക്കെ ഇപ്പോൾ വർക്ക് ചെയ്യുകയാണെങ്കിൽ ആ സമയത്ത് എനിക്കൊരു നല്ലൊരു ഫീല് കിട്ടും. മാത്രമല്ല എനിക്ക് കീസൊക്കെ കാണാം, ഇപ്പോൾ നൈറ്റിലാണ് വർക്ക് ചെയ്യണമെങ്കിൽ. അപ്പോൾ ആ ഒരു രീതിയിലാണ് ഞാൻ ഗെയിമിംഗ് കീബോർഡ് മൗസും മേടിച്ചത്. അപ്പോൾ ഇപ്പോൾ കീബോർഡ് മേടിച്ചാൽ മൗസിൻ്റെ കൂടി എടുക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ അൺബോക്സിങ് ഞാൻ വരുന്നതായിരിക്കും. അപ്പോൾ ഈ വീഡിയോയ്ക്ക് മുമ്പ് പിന്നെയായിട്ട് വരുന്നതായിരിക്കും, ഞാൻ എഡിറ്റ് ചെയ്തൊക്കെ ചെയ്യാനുണ്ട്, അതുകൊണ്ടാണ്. സോ ഗൈസ്, അപ്പോൾ ഇതിൻ്റെ ഒരു ഓവർവ്യൂ വീഡിയോ ഞാൻ ഇടുന്നതായിരിക്കും. എന്ന് വെച്ചാൽ ഇതിൻ്റെ ലുക്ക്, ഫസ്റ്റ് ലുക്കൊക്കെ കൊടുത്തിട്ടുള്ളൊരു ഇത് ഇങ്ങനെ സ്ലോ മോഷനിലൊക്കെ എടുത്തിട്ടുള്ള. അതിപ്പോൾ നൈറ്റ് ആയിട്ട് എടുക്കാൻ പറ്റില്ല, വീഡിയോ ഫുള്ളായിട്ട് ഇടുമ്പോൾ ഞാൻ ഇട്ടേക്കാം. സോ കണ്ട എല്ലാ കളറും അടിപൊളിയായിട്ട് നല്ല കിടിലനായിട്ടാണ് ഫ്ലോ ചെയ്യണ കളറ് ഗൈസ്.
പൊളിയാണ് ഗൈസ്. ക്യാപ്സ് ലോക്കിൻ്റെ ഈ സൗണ്ട് ഞാൻ അഡിക്റ്റഡ് ആണ് ഗൈസ്. ഈ ഒരു കീബോർഡ് നിൽക്കുന്ന സൗണ്ടിന് ഏറ്റവും കൂടുതൽ കുറേ പേര് ഈ ഒരു സൗണ്ടിന് അഡിക്റ്റഡ് ആണ്. ഈ സൗണ്ട് കണ്ട വാവ് ഗൈസ്. ഓരോ കേസിനും സ്പെഷ്യൽ സൗണ്ട് ഉണ്ട് ഓരോ സെക്ഷനിന്. ഇതിനിങ്ങനെ സൗണ്ടാണ് സ്പേസ് ബാറിന് സെപ്പറേറ്റ് സൗണ്ട് ഉണ്ടെന്ന് തോന്നുന്നു ഗൈസ് ഓരോ കേസിന്. അതൊരു പ്രത്യേക ഫീലാണ് അത് കേൾക്കുമ്പോൾ. എന്തായാലും അടിപൊളിയായിട്ടുണ്ട്. സോ ഗൈസ്, അപ്പോൾ നമ്മൾ ഇപ്പോൾ അതിൻ്റെ ബാക്കി കാര്യങ്ങളൊക്കെ നോക്കി. അപ്പോൾ നമ്മൾ ഇനി ഇതിൻ്റെ ലൈറ്റ് പാറ്റേൺസും പിന്നെ ബാക്കിയുള്ള ജസ്റ്റ് ഫീച്ചേഴ്സ്, ഓൺ കീബോർഡ് ഫീച്ചേഴ്സാണ് നോക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് സോഫ്റ്റ്വെയർ ഇല്ലാണ്ട് നമുക്ക് ഇതിനകത്ത് കുറച്ച് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. അതായത് ഇതിൻ്റെ ലൈറ്റ് പാറ്റേൺ മാറ്റാനും ഇതിനകത്ത് കൺട്രോൾസ് ബ്രൈറ്റ്നസ് ഒക്കെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും സോഫ്റ്റ്വെയർ ഇല്ലാണ്ട്. സോഫ്റ്റ്വെയർ ചെയ്യാൻ പറ്റില്ല നമുക്ക് പെർക്കി ആയിട്ട് അസൈൻ ചെയ്യാനും അങ്ങനത്തെ ഫംഗ്ഷൻസ് ഒക്കെയാണ് നമ്മൾ സോഫ്റ്റ്വെയർ ചെയ്യണം. നമ്മളിപ്പോൾ തൽക്കാലം സോഫ്റ്റ്വെയർ ചെയ്യുന്നില്ല. ജസ്റ്റ് നിങ്ങളെ കാണിക്കുന്നത് ഇതിൻ്റെ ഇത് മാത്രമാണ്. ഇനി നമുക്ക് വേറൊരു വീഡിയോ വേണമെങ്കിൽ സെപ്പറേറ്റ് ഒരു ചെറിയ വീഡിയോ ആയിട്ട് ഇതിൻ്റെ ലൈറ്റ് പ്രസൻസും എല്ലാം ഞാൻ ഒരു വീഡിയോ ആയിട്ട് ഇടാം. അത് വേണമെന്നുള്ളവർ കമൻറ്റ് ചെയ്യുക. മേടിക്കാൻ താല്പര്യമുള്ളവർ ചിലപ്പോൾ കമൻറ്റ് ചെയ്തേക്കാം. അപ്പോൾ ഞാൻ അങ്ങനെയാണെങ്കിൽ ഞാൻ ഒരു വീഡിയോ എക്സ്ട്രാ ഉണ്ടാക്കുന്നതായിരിക്കും മ്യൂസിക്കൊക്കെ വെച്ച്. ജസ്റ്റ് ഒരു അട്രാക്റ്റീവ് വീഡിയോ എന്ന് വെച്ചാൽ ഇതിൻ്റെ ലൈറ്റ് കളറിങ് മാത്രമായിട്ട്. ഇത് അൺബോക്സിങ് വീഡിയോയിൽ ഞാൻ ജസ്റ്റ് ഒന്ന് കാണിക്കുന്നതേ ഉള്ളൂ. അപ്പോൾ നമുക്കതിൻ്റെ ലൈറ്റ് ഫംഗ്ഷൻ പ്ലസ് നമ്മൾ അപ്പും ആരോ ബട്ടണിൽ ഫംഗ്ഷൻ പ്ലസ് ഡൗൺ കൊടുത്തു കഴിഞ്ഞാൽ ബ്രൈറ്റ്നസ് കുറയും, ഫുൾ ഓഫ് ആവുകയും ചെയ്യും. അതുപോലെ തന്നെ ഫംഗ്ഷൻ പ്ലസ് ആരോ അപ്പ് ബട്ടൺ കൊടുത്തു കഴിഞ്ഞാൽ ബ്രൈറ്റ്നസ് പയ്യെ കൂടി മാക്സിലാണ് ഇപ്പോൾ ഇട്ടാകുന്നത്. അതുപോലെ തന്നെ ഫംഗ്ഷൻസ് കീസിൽ നമുക്ക് വേറെ കൺട്രോൾസ് ഫംഗ്ഷൻ പ്ലസ് F1 F12 വരെയുള്ള ഫംഗ്ഷനിൽ നമുക്ക് മൈ കമ്പ്യൂട്ടർ സൗണ്ട് അഡ്ജസ്റ്റ് ചെയ്യാം, പിന്നെ ഫേവറേറ്റ്സ് എടുക്കാം, സെർച്ച് ബാർ ഓപ്പൺ ചെയ്യാം, മെയിൽ ഓപ്പൺ ചെയ്യാം, അങ്ങനത്തെ ഫീച്ചർ ഉണ്ട്. ഇപ്പോൾ ഫംഗ്ഷൻ പ്ലസ് മെയിൽ കൊടുത്തു കഴിഞ്ഞാൽ F9 കൊടുത്താൽ മെയിൽ ഓപ്പൺ ആകും. അതുപോലെ ഇനി അടുത്ത ഫീച്ചർ എന്ന് പറഞ്ഞാൽ ഇത് ലൈറ്റ്നിങ് പാറ്റേൺസ് ആണ് എന്നെ ഏറ്റവും ഭയങ്കരമായിട്ട് അട്രാക്ട് ചെയ്തത്. ഇതുപോലെ തന്നെ ഫംഗ്ഷൻ പ്ലസ് ഇപ്പോൾ കിടക്കണ ഇത് ഓൺ ചെയ്യുമ്പോൾ മാനുവൽ ആയിട്ടുള്ള ബേസിക് ആയിട്ടുള്ള ഒരു പ്രസന്റിലാണ് ഇപ്പോൾ കിടക്കുന്നത്. ഇനി നമ്മൾ ഫംഗ്ഷൻ പ്ലസ് ഡിലീറ്റ് അമർത്തി കഴിഞ്ഞാൽ അതിൽ തന്നെ ചില ചേഞ്ചസ് വരും. ഇപ്പോൾ ബ്ലിങ്കിങ് ഫീച്ചർ നിങ്ങൾ കണ്ട ഈ പള്ളിപ്പെരുന്നാളിലൊക്കെ ബ്ലിങ്ക് ചെയ്യുന്ന ഒരു എഫക്റ്റ് വരുന്നുണ്ട്. ഇതുപോലെ റെഡ് ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുകയാണ്. അതുപോലെ ഫംഗ്ഷൻ പ്ലസ് ഡിലീറ്റ് ഒന്നുകൂടി വെക്കി കഴിഞ്ഞാൽ ആ ഒരു കണ്ടിന്യൂ 2% ആണ് ഇത് വരുന്നത്, ഈ ഫംഗ്ഷൻ പ്ലസ് ഡിലീറ്റ്. അതുപോലെ തന്നെ ഫംഗ്ഷൻ പ്ലസ് എൻഡ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു കളറിലേക്കായി മാറി. എന്താ ബ്രീത്തിങ് എഫക്റ്റ് ആയിട്ടാണ് വരുന്നത്. കണ്ടോ ഇങ്ങനെ ബ്ലിങ്ക് ചെയ്ത് ബ്രീത്ത് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. നമ്മൾ ഫംഗ്ഷൻ പ്ലസ് എൻഡ് ഒന്നുകൂടി നിൽക്കുകയാണ്. അപ്പോൾ ഇച്ചിരി ബ്രൈറ്റ്നെസ് കൂടിയിട്ട് ഇതായെന്ന് തോന്നുന്നു. ഇച്ചിരി കൊടുത്താൽ ഫുൾ ബ്രൈറ്റ്നെസ്സിൽ ഇത് നിൽക്കും. കണ്ടോ ഇപ്പോൾ ഫുൾ ബ്രൈറ്റ്നെസ്സിലാണ് അതിൻ്റെ ബ്രീത്തിങ് എഫക്റ്റ് കിടക്കുന്നത്. പിന്നെ പല ഇത് മാറിക്കൊണ്ടിരിക്കുന്നുണ്ട്. പച്ച ഭയങ്കര അട്രാക്റ്റീവ് ആണ് ഗൈസ്. പിന്നെ ഫംഗ്ഷൻ പ്ലസ് പേജ് ഡൗൺ കൊടുത്തു കഴിഞ്ഞാൽ നല്ലൊരു ഫീച്ചർ എന്ന് വെച്ചാൽ ഇപ്പോൾ കാണിച്ചു തരാം. ഇപ്പോൾ കൊടുത്താണ് ഫംഗ്ഷൻ പ്ലസ് പേജ് ഡൗൺ ആണ്. കണ്ട ഓരോ ടച്ചിനും അതിങ്ങനെ ബ്ലിങ്ക് ചെയ്തുകൊണ്ടിരിക്കും. ഇതാണ് എൻ്റെ ഏറ്റവും ഫേവറേറ്റ് ഫീച്ചർ എന്ന് പറയാനുള്ളത്. കണ്ട ഓരോ ടച്ചിനും അടിപൊളി. ഇപ്പോൾ ഞാൻ ടൈപ്പ് ചെയ്യുകയാണെങ്കിൽ JSHDJ ഹോളിഡേക്രൂstudios ടൈപ്പ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ ബ്ലിങ്ക് ചെയ്തുകൊണ്ടിരിക്കും. വെരി അട്രാക്റ്റീവ് ആണ്. നമ്മൾ വീഡിയോ കാണുന്നേക്കാൾ അട്രാക്റ്റീവ് നേരിട്ട് കാണുമ്പോഴാണ്. യെസ്, ഇത് നമ്മൾ ഫംഗ്ഷൻ പ്ലസ് അതുപോലെ തന്നെ ഫംഗ്ഷൻ പ്ലസ് പേജ് അപ്പ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ കസ്റ്റമൈസ് ചെയ്യാൻ പറ്റും. മാപ്പിംഗ് ചെയ്ത് നമുക്ക് ആവശ്യമുള്ള കളർ കൊടുക്കാം. ഇവിടെ ഫംഗ്ഷൻ പ്ലസ് ഇൻസേർട്ട് കൊടുത്തു കഴിഞ്ഞാൽ ബ്രീത്തിങ് എഫക്റ്റ് ഒത്തിരി ഉണ്ട് ഗൈസ്. എല്ലാ കളറിൻ്റെ ഓരോ ഇതുണ്ട്. എനിക്ക് ഗ്രീനും പിന്നെ ബ്ലൂവും വൈറ്റും ഭയങ്കര ഇഷ്ടമായി. കണ്ട നൈസാണ്. അതുപോലെ തന്നെ നമുക്കിനി ഫംഗ്ഷൻ പ്ലസ് പേജ് ഡൗൺ കൊടുത്തു കഴിഞ്ഞാൽ അല്ല പേജ് അപ്പ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇതിനെ ഓരോ സെറ്റായിട്ട് പാറ്റേൺ കൊടുക്കാൻ പറ്റും. ഇപ്പോൾ ഞാൻ ഫംഗ്ഷൻ പ്ലസ് പേജ് അപ്പ് ഒന്നും കൂടി നിൽക്കണം. അപ്പോൾ ഇവിടെ ബ്ലിങ്ക് ചെയ്യുന്നുണ്ട്. ഇവിടെ മാപ്പിംഗ് ഒക്കെ ഇതുപോലെ തന്നെ ഇവിടെ കോഡിങ് പോലെ കണ്ട ബ്ലിങ്കിങ് ഫീച്ചർ. ഇനി ഫംഗ്ഷൻ പ്ലസ് 1 കൊടുത്തു കഴിഞ്ഞാൽ ഇവിടുത്തെ ഒരു ഭാഗം മാറും. ഇനി 2 കൊടുത്തു കഴിഞ്ഞാൽ ഇവിടുത്തെ ഒരു ഭാഗം മാറും. 3 കൊടുത്ത് ഇവിടുത്തെ ഒരു ഭാഗം മാറും. 4 കൊടുത്താൽ അവിടുത്തെ ഒരു പാറ്റേൺ ഭാഗം മാറും. 5 കൊടുത്ത് ഇവിടുന്ന് ആരോ കേസിൻ്റെ ആ ഭാഗം മാറും. 6 കൊടുത്താൽ ഇവിടുത്തെ മാറും. കണ്ട ഇപ്പോൾ നമുക്കിവിടെ ഒരു റെഡ് കൊടുക്കണമെന്ന് വെച്ചോ, റെഡ് കൊടുത്തു. അടുത്തതിലൊരു ബ്ലൂ വൈറ്റ് കൊടുത്താലോ, കണ്ട വൈറ്റ് കൊടുത്തു. അപ്പോൾ നമുക്ക് ഇങ്ങനെ ഇഷ്ടമുള്ള രീതിയിൽ കസ്റ്റമൈസ് ചെയ്യാൻ പറ്റുന്ന ഒരു കീബോർഡ്. ഇനി നമുക്കത് വേണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ബാക്ക് അടിച്ച് കഴിഞ്ഞാൽ അതുപോലെ തന്നെ പേജ് അത് കഴിയുമ്പോൾ നമ്മൾ പേജ് മാപ്പിംഗ് ഓക്കെ കൊടുക്കണം. അതായത് ഒന്നുകൂടി ഫംഗ്ഷൻ പ്ലസ് പേജ് അപ്പ് കൊടുക്കണം. അപ്പോൾ അങ്ങനെയൊക്കെ കൺഫർമേഷനൊക്കെ ഉണ്ട്. നിങ്ങൾ ജസ്റ്റ് ഒന്ന് മാനുവൽ ഇത് മേടിച്ച് കഴിഞ്ഞാൽ മാനുവൽ വായിക്കും ജസ്റ്റ് മനസ്സിലാവും. ഭയങ്കര സിമ്പിളാണ്. ആപ്പ് ഇതുപോലെ തന്നെ സിമ്പിളാണ്. നമ്മളിപ്പോൾ മാനുവലിൽ ഇട്ടാക്കണം. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഫീച്ചർ ഞാൻ പറഞ്ഞല്ലോ ഈ ഒരു ഫീച്ചറാണ്. പിന്നെ ഇതിന് തന്നെ എക്സ്ട്രാ കൺട്രോൾ കൊടുക്കാം. സ്പീഡ് കൂടിയത് അങ്ങനെ ഉണ്ടാവും. ഒരു ഒറ്റ കളർ അങ്ങനെയൊക്കെ ഉള്ളതിന് കൊടുക്കുക. എന്തായാലും അടിപൊളി ഒരു കീബോർഡാണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതിൻ്റെ വേറൊരു വീഡിയോ വേണമെങ്കിൽ ജസ്റ്റ് കമൻറ്റ് ചെയ്യുക. പിന്നെ ഈ കീബോർഡ് ഇഷ്ടപ്പെട്ടെന്ന് കമൻറ്റ് ചെയ്യുക.
അപ്പോൾ എന്തായാലും അടിപൊളി സംഭവമായിട്ടുണ്ട്. എനിക്ക് ഇതിൻ്റെ പാറ്റേൺസ് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഇപ്പോൾ ഗെയിമേഴ്സൊക്കെ ആണെങ്കിൽ, പ്രൊഫഷണൽ ഗെയിമേഴ്സ് ആണെങ്കിൽ പെറുക്കി അസൈൻ ചെയ്ത് ഇച്ചിരി ഹെൽപ്ഫുൾ ആയിരിക്കും. ഓരോരോ കീസായിട്ട് ഇപ്പോൾ ഡബ്ല്യുക്ക് ഒരു റെഡ്, എയ്ക്ക് ഒരു ഇത്, അങ്ങനെ പെറുക്കിയായിട്ട് കൊടുക്കുകയാണെങ്കിൽ നല്ല ഭംഗിയുണ്ടാവും. അപ്പോൾ ഇത്രേ ഉള്ളൂ നമ്മുടെ കീബോർഡിൻ്റെ ഒരു ഇത്. ബാക്കി സൗണ്ടും കാര്യങ്ങളൊക്കെ പെർഫെക്റ്റ് ആണ്. എൻ്റെ ഫേവറേറ്റ് കീബോർഡാണ് വൺ ഓഫ് ദ റെഡ്ഡ്രാഗൺ കീബോർഡ്. നോക്കുക ഗൈസ്, എന്തായാലും അടിപൊളിയായിട്ടുണ്ട്. നമുക്ക് ജസ്റ്റ് ഞാൻ അതിൻ്റെ ഒരു ഇത് കാണിച്ചു തരാം. ഇനി നമ്മൾ ഒറ്റ ഇത് കൊടുക്കുകയാണെങ്കിൽ ടോപ്പ് വ്യൂവിനേക്കാളും നല്ല അട്രാക്റ്റീവ് സൈഡ് വ്യൂ തന്നെയാണ് ഗൈസ്. വെരി അട്രാക്റ്റീവ് ആണ് കീബോർഡ്. പ്രൈസിങ്ങിനുള്ള ഇതുണ്ട്, കാരണം ഫുൾ ട്രൂ RGB ബാക്ക് ലൈറ്റിംഗ് നമുക്ക് കിട്ടുന്നുണ്ട്. പിന്നെ വേറൊരു കാര്യം, നമ്മുടെ റെഡ്ഡ്രാഗണിൻ്റെ എല്ലാ കീബോർഡിനും ഈ ഒരു ഫീച്ചർ നമുക്ക് കിട്ടില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സോഫ്റ്റ്വെയർ ഒക്കെ യൂസ് ചെയ്യാൻ വേണ്ട, അതായത് റെഡ് കീസ് മാത്രമുള്ളതിന് കിട്ടില്ല. പിന്നെ റെയിൻബോ കീസിന് കിട്ടില്ല, റെയിൻബോ എഫക്റ്റ് മാത്രമുള്ളതിന് കിട്ടില്ല. അപ്പോൾ അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പോൾ ഈ ഒരു കീബോർഡിന് എല്ലാ ഫീച്ചറും അൺലോക്ക്ഡ് ആയിട്ടുള്ളതാണ്. ഒരു പ്രീമിയം കീബോർഡ് തന്നെയാണ്. 2000 rupees അല്ലേ നമ്മൾ കൊടുക്കുന്നത്. അപ്പോൾ ആ ഒരു ഫീച്ചർ നമുക്ക് എന്നെയാണ്. എന്തായാലും കൊള്ളാം, അടിപൊളിയായിട്ടുണ്ട്. എന്തായാലും 2000 rupees ഇതൊരു പ്രോഫിറ്റ് ആണ്. വാല്യൂ ഫോർ മണി നല്ലൊരു കീബോർഡാണ്. എനിക്കിഷ്ടമായ ഒരു ഇതാണ്. ഞാനിപ്പോൾ വൈറ്റിലിട്ടതാണ്. വൈറ്റൊക്കെ ഭയങ്കര അട്രാക്റ്റീവ് ആണ്. നമുക്ക് അതുപോലെ തന്നെ ബ്രൈറ്റ്നസ് കൺട്രോൾ ചെയ്ത് ആവശ്യത്തിനുള്ള ഒരു ലിമിറ്റിൽ വെക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഫുള്ളിലിട്ട് വെച്ചേക്കാണ്. എന്തായാലും കൊള്ളാം. ജസ്റ്റ് അടുത്ത് വന്ന് കാണിക്കുന്നതേ ഉള്ളൂ. മേളിൽ ഒരു മാക്രോ നമ്മൾ അല്ലെങ്കിൽ അസൈൻ മാപ്പിംഗ് ചെയ്യുന്ന സമയത്ത് ഇവിടെ ബ്ലിങ്കിങ് ഒക്കെ വരും. ഞാനിപ്പോൾ കാണിച്ചു തരാം. കണ്ട, ഇവിടെ ബ്ലിങ്കിങ് വരുന്നുണ്ട്. അതുപോലെയൊക്കെ ബ്ലിങ്കിങ് വരും. അതിന് ഒന്നുകൂടെ നമ്മൾ കഴിഞ്ഞാൽ ആ ബ്ലിങ്കിങ് പോയിട്ട് ഇപ്പോൾ നോർമൽ കണ്ട. അതുപോലെ നമുക്ക് പല പല പേജ് അപ്പിൽ തന്നെ ഒത്തിരി പ്രസൻസ് നമുക്ക് കൊടുക്കാൻ പറ്റും. 1, 2 എന്നൊക്കെ പറഞ്ഞു. എന്തായാലും അടിപൊളിയാണ് ഗൈസ്. അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. സോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്നായിരിക്കും. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മളിവിടെ നിന്ന് വൈൻഡപ്പ് ചെയ്യുകയാണ്. ഈ കീബോർഡ് ജസ്റ്റ് നിങ്ങൾ അൺബോക്സ് ചെയ്ത് കാണിച്ചതേ ഉള്ളൂ ഞാൻ സ്റ്റുഡിയോയിലേക്ക് മേടിച്ചപ്പോൾ. എന്തായാലും കൊള്ളാം, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായിരിക്കുന്നു. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. നിങ്ങളുടെ അല്ലെങ്കിൽ വേറെ ഇതിൽ നല്ല കീബോർഡ്സ് നിങ്ങൾക്ക് അറിയുമെങ്കിൽ അതിൽ ഡിസ്ക്രിപ്ഷനിൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. അപ്പോൾ വേറെ കമൻറ്റ് നോക്കണവർക്ക് അവരെ ഹെൽപ്പ് ചെയ്യും വാങ്ങിക്കാനായിട്ട് പുതിയ കീബോർഡ്സ്, നല്ല കീബോർഡ്സ്. ഈ ഒരു ബഡ്ജറ്റിൽ ഇത് 2000 rupees ആണ് എനിക്ക് ആമസോണിൽ വന്നത്. ഇതിൻ്റെ ലിങ്കും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. പിന്നെ വേറെ ഞാൻ മേടിക്കുന്ന സാധനങ്ങളുടെ ലിങ്കൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. ജസ്റ്റ് ഡിസ്ക്രിപ്ഷനും കമൻറ്റ് ബോക്സൊക്കെ ഒന്ന് ചെക്ക് ചെയ്യുക. എന്തായാലും കൊള്ളാം. സോ ഗൈസ്, നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുന്നതായിരിക്കുന്നു. അപ്പോൾ ഇത്രയോളം നമ്മുടെ ഇന്നത്തെ വീഡിയോ. അതായത് നമ്മൾ റെഡ്ഡ്രാഗൺ Shiva 512 എന്ന് പറഞ്ഞൊരു ഗെയിമിംഗ് കീബോർഡാണ് കണ്ടത്. എന്തായാലും അടിപൊളി ഒരു കീബോർഡാണ്. കൊടുത്ത പൈസയ്ക്ക് ഒരു നല്ല അട്രാക്റ്റീവ്, നല്ല ലുക്കും നല്ല ടച്ചിങ് ഫീലൊക്കെ ഉള്ളൊരു കീബോർഡാണ്. നമുക്ക് കാണുമ്പോൾ തന്നെ മെക്കാനിക്കൽ കീബോർഡ് പോലെയൊക്കെ തോന്നും, പക്ഷേ ഒരു മെമ്പറിങ് കീബോർഡാണ്. മാത്രമല്ല നല്ല സൗണ്ടൊക്കെ നല്ല രസമാണ് കേൾക്കാൻ. ഒരു കീസിന് നല്ല സ്മൂത്തിങ് ആണ്. മാത്രമല്ല നമുക്ക് അതിനൊരു പാഡ് കൊടുത്താക്കൊണ്ട് നല്ല നമ്മുടെ കൈക്ക് വേദന ഇല്ലാണ്ട് തന്നെ ഇങ്ങനെ നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റും. എന്തായാലും എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കീബോർഡ്. നമ്മൾ എന്തായാലും നമ്മുടെ സ്റ്റുഡിയോയിലേക്ക് വേണ്ടിയാണ് ഈ ഒരു കീബോർഡ് മേടിച്ചത്. ഇതിൻ്റെ ലിങ്കും കാര്യങ്ങളൊക്കെ ഡിസ്ക്രിപ്ഷനിൽ അല്ലെങ്കിൽ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്തിട്ടേക്കാം. സോ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുന്നെങ്കിൽ മാക്സിമം കൂടുതലേക്ക് നമ്മുടെ വീഡിയോ എത്തിക്കുക. അപ്പോൾ നമ്മൾ വീഡിയോ വൈൻഡപ്പ് ചെയ്യുകയാണ്. സോ ഇതിലും അടിപൊളി ഒരു വീഡിയോ ആയിട്ട് നമ്മൾ എത്തുന്നതായിരിക്കും. ബൈ.